ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷയിൽ ഉടനടി നടപടിയില്ല. അവധിക്കാല ബെഞ്ചിലേക്ക് മാറ്റിയിരിക്കുകയാണ് ചീഫ് ജസ്റ്റിസ്. ഇടക്കാല ജാമ്യം നീട്ടണമെന്നായിരുന്നു കെജ്രിവാളിന്റെ ആവശ്യം. ഇതിന്റെ വിശദാംശങ്ങളുമായി ജോൺ ലോറൻസ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ലോറൻസ്, ഇത് കെജ്രിവാളിനുള്ള ഒരു തിരിച്ചടിയായി കാണാമോ? തീർച്ചയായിട്ടും അജിം ഷാദ്, ഇത് കേജ്രിവാളിന് തിരിച്ചടിയെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. കാരണം സുപ്രീം കോടതി അദ്ദേഹത്തിൻ്റെ മദ്യനയ അഴിമതി കേസിൽ സുപ്രീം കോടതി അദ്ദേഹത്തിന് ഒരാഴ്ചത്തെ ജാമ്യം അനുവദിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി. അപ്പോൾ തന്നെ കോടതി ഒരു ഉപാധി വെച്ചിരുന്നു, ജൂൺ 1 ശേഷം ജൂൺ 1 വൈകിട്ട് തിഹാർ ജയിലിലേക്ക് തിരിച്ചെത്തണം. അതിന് അപ്പോൾ തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ഫലം അറിഞ്ഞതിന് ശേഷം, അത് പുറത്തു വന്നതിന് ശേഷം വരെ ജാമ്യം നീട്ടണമെന്നൊരാവശ്യം കേജ്രിവാളിൻ്റെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചെങ്കിലും കോടതി അത് സമ്മതിച്ചില്ല. ജൂൺ 1 തന്നെ തിരികെ ജയിലിൽ എത്തണമെന്ന വ്യവസ്ഥയോടു കൂടിയാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത്. ഇപ്പോൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഈ ഇടക്കാല ജാമ്യം ഒരാഴ്ചത്തേക്ക് കൂടി നീട്ടണമെന്ന ആവശ്യമായി അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ സുപ്രീം കോടതിയെ സമീപിച്ച് സുപ്രീം കോടതിയുടെ അവധിക്കാല ബെഞ്ച് ഈ കേസ് പരിഗണിച്ചെങ്കിലും അതിലൊരു തീരുമാനമെടുക്കാതെ മാറ്റിവെച്ചു. അത് ജഡ്ജി പറഞ്ഞത്, ബെഞ്ചിൻ്റെ തലവനായിട്ടുള്ള ജഡ്ജി പറഞ്ഞത്, ഈ കാര്യത്തിൽ തങ്ങളിപ്പോൾ തീരുമാനമെടുക്കുന്നില്ല, ചീഫ് ജസ്റ്റിസിൻ്റെ വിവേചനാധികാരത്തിലേക്ക് വിടുകയാണ്. അതുകൊണ്ട് ചീഫ് ജസ്റ്റിസിൻ്റെ പരിഗണനയ്ക്കായി ഈ ഹർജി ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഇടക്കാല ജാമ്യം നീട്ടണമെന്ന ആ ഹർജി ഇപ്പോൾ അവധിക്കാല ബെഞ്ച് ചീഫ് ജസ്റ്റിസിൻ്റെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കട്ടെ എന്നുള്ള ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ ഈ അവധിക്കാല ബെഞ്ച് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിന് പ്രധാനമായും അദ്ദേഹത്തിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. തനിക്ക് ശരീരഭാരം ജയിലിൽ നിന്ന് വന്നതിന് ശേഷം തന്നെ ഒരു 7 കിലോയോളം കുറഞ്ഞിട്ടുണ്ട്. ഗുരുതരമായ ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, സങ്കീർണമായ ചില പരിശോധനകൾ നടത്തേണ്ടതുണ്ട് എന്നുള്ള ഒരു ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിലൊരു മാനുഷിക പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള ഒരു നിരീക്ഷണം ഒരുപക്ഷെ ഉണ്ടായേക്കാം. ഒരാൾക്ക് സുഖമില്ലെങ്കിൽ അത് അദ്ദേഹത്തെ ആ മെഡിക്കൽ റിപ്പോർട്ട് എല്ലാം പരിശോധിച്ച് ഉചിതമായ ഒരു തീരുമാനം എടുക്കേണ്ടത് കോടതിയാണ്. അപ്പോൾ അത് ആ ഹർജി ചീഫ് ജസ്റ്റിസിൻ്റെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുന്നു. ഉചിതമായ ഒരു തീരുമാനമാണ് ഈ ബെഞ്ചിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അത് ചീഫ് ജസ്റ്റിസ് അത് പരിഗണിച്ച് അതിൽ ഉചിതമായ ഒരു തീരുമാനം എടുക്കും. കാരണം ഒരു മാനുഷിക വിഷയമോ അല്ലെങ്കിൽ ഒരു ആരോഗ്യ പ്രശ്നമോ ഒക്കെ ഇതിലുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ശരി, ജോൺ ലോറൻസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇടക്കാല ജാമ്യം നീട്ടണം എന്നാവശ്യപ്പെട്ട് ജാമ്യ ഹർജി നൽകിയിരുന്നു. എന്നാൽ ആ ജാമ്യ ഹർജി സുപ്രീം കോടതി അടിയന്തര പ്രാധാന്യത്തോടുകൂടി എടുക്കുന്നില്ല. അത് അവധിക്കാല ബെഞ്ചിലേക്ക് മാറ്റുകയാണ് ചീഫ് ജസ്റ്റിസ് ചെയ്തത്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി ജോൺ ലോറൻസ് നൽകിയത്.